കുഞ്ഞിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വളവ് തിരിഞ്ഞപ്പോൾ തന്നെ സുധിയുടെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു. കണ്ണുകൾ മെല്ലെയൊന്ന് വികസിച്ചു. ആ നിമിഷം മുൻപിലായി നടന്നു വരുന്നവളിൽ ഉടക്കി നിന്നു അവൻ്റെ മിഴികൾ. വലത് കൈയിൽ ഒരു കുഞ്ഞ് ആമ്പൽപ്പൂവും ഇടത് കൈയിൽ സായിക്കുട്ടനെയും ചേർത്ത് കുറുമ്പ് കാട്ടി വരുന്നവൾ. ഇതെന്താ സുധിയേട്ടാ ഈ സമയത്ത്? ആമ്പൽപ്പൂവ് ദേഹത്തേക്ക് അല്പം കൂടി അടുപ്പിച്ച് അവൾ ചോദിക്കുമ്പോൾ വണ്ടിയുടെ ചാവി ഓഫ് ചെയ്ത് സുധി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ ഞാൻ. സുധി പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണുകൾ നേരിയ സംശയത്തോടെ കുഞ്ഞിലേക്ക് നീണ്ടു. സുധി ചെറുതായി ഒന്ന് ചിരിച്ചു. നീ സംശയിക്കണ്ട ലച്ചു, ഇവനെ കൂട്ടാൻ തന്നെയാ ഞാൻ വന്നത്. സരയൂന് നല്ല സുഖമില്ല. അയ്യോ, സരേച്ചിക്ക് എന്തു പറ്റി? രാവിലെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ലച്ചുവിൻ്റെ കണ്ണിൽ പരിഭ്രമം നിറഞ്ഞു. അയാൾ ഒന്ന് തലചുറ്റി വീണു നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ച്. സുധി പറഞ്ഞതും ലച്ചു തലയൊന്ന് ചിരിച്ചു, കണ്ണൊന്ന് കൂർപ്പിച്ചു. അയാൾ രാവിലെ മുതൽ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ബോധം കെട്ട് കിടക്കാൻ വഴിയിൽ. പിന്നെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ബോധം വീണപ്പോൾ അമ്മയാ പറഞ്ഞേ ഇന്നിനി അവിടെ നിൽക്കാൻ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ സുധിയേട്ടാ? ചോദിച്ചുകൊണ്ട് ലച്ചു കുഞ്ഞിനെയും അവൻ്റെ ആമ്പൽപ്പൂവും എടുത്ത് ബൈക്കിൻ്റെ മുകളിലേക്ക് വെച്ചു. ഏയ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാവും പകലും ഒരുപോലത്തെ തയ്യലല്ലേ. നേരത്തും കാലത്തും അത് വല്ലതും കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ആര് തിരക്കാനാ? സുധി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലക്ഷ്മി അവൻ കാണാതെ ചുണ്ടൊന്ന് കോർത്തു. എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ സുധിയേട്ടന് പോയി അന്വേഷിച്ചൂടെ? ഏട്ടനില്ലേ സരേച്ചിയുടെ ലോക്കൽ ഗാർഡിയൻ? ലച്ചു അവൻ കാണാതെ തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് എത്തി നോക്കി. ഉവ്വ്, എന്നിട്ട് വേണം ഇവിടെ പരദൂഷണ കമ്മിറ്റി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു അക്കൗണ്ട് തുടങ്ങാൻ അല്ലേ? ജീവിച്ചു പൊക്കോട്ടെ പെണ്ണേ. ചെറുതായി ചിരിച്ചുകൊണ്ട് സുധി ബൈക്ക് തിരിച്ചു പോയതും തല മെല്ലെ ആട്ടി ലച്ചു. വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ നഖം ഒന്ന് കടിച്ചു പെണ്ണ്. ഇത് പെണ്ണന്വേഷിച്ച് ദൂരെങ്ങും പോകേണ്ടി വരില്ല. അല്ലെങ്കിൽ തന്നെ സുധിയേട്ടന് സരേച്ചിയെ കിട്ടിയാൽ എന്താ, പാവമല്ലേ അത്. നഖം കടിക്കുന്നതിനൊപ്പം പെണ്ണിൻ്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു. ഇതെന്താ, കുഞ്ഞിനെ വിട്ടിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? അകത്തു നിന്നും സരോജമ്മ അരമിതിലിൽ കൈകുത്തി പുറത്തേക്ക് എത്തി നോക്കി. നഖം കടിച്ചു തുപ്പിക്കൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. അതമ്മേ, ഞാനൊരു കൂട്ടം ആലോചിക്കുമായിരുന്നു. നമ്മുടെ സരേച്ചിയെപ്പറ്റി അമ്മയ്ക്ക് എന്താ അഭിപ്രായം? പറഞ്ഞുകൊണ്ട് ചാടി അരമിതിലിൽ ഇരുന്നവൾ. അവൾ നല്ല കുട്ടിയില്ലേ, സംസാരിക്കാൻ കഴിയില്ലെങ്കിലും മിടുക്കിയാണവൾ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ചേച്ചിയെ സുധിയേട്ടനെ കൊണ്ട് കെട്ടിച്ചാലോ? നല്ല ചേർച്ചയാ അവർ തമ്മിൽ. ഒറ്റ ശ്വാസത്തിൽ പെണ്ണ് പറഞ്ഞതും കണ്ണൊന്ന് തള്ളി സരോജമ്മ. ഇറങ്ങിപ്പോടി അഹങ്കാരി, ഊരും പേരും അറിയാത്ത ഏതോ ഒരു പെണ്ണാ അത്. സരോജമ്മയുടെ ആട്ട് കേട്ടതും അരമതിലിൽ നിന്നും താഴേക്ക് ചാടി ലച്ചു. പേരറിയാമല്ലോ. ലച്ചു കണ്ണൊന്ന് നിറച്ചുകൊണ്ട് അവരെ നോക്കി. അതൊക്കെ സത്യമാണോ തന്നെ ആർക്കറിയാം? എവിടെയോ കിടന്ന് പെറ്റതിനെയാണോ ചെറുക്കൻ്റെ തലയിൽ കെട്ടാൻ നോക്കുന്നേ? എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഫാന ചേച്ചി ഇത് അറിയണ്ട. പല്ലൊന്ന് കടിച്ച് ആ അമ്മ അകത്തേക്ക് കയറി. ഹോ, എത്ര പെട്ടെന്നാ പ്ലേറ്റ് തിരിക്കുന്നേ. പാവം സരേച്ചി, അതിനൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചപ്പോൾ വില്ലത്തി ഇവിടെ തന്നെ ഉണ്ട്. അരമതിലിൽ കൈവച്ചൊന്ന് മുൻപോട്ട് ആഞ്ഞു പെണ്ണ്. പോയി പശുവിനെ അഴിച്ചുകൊണ്ട് വാടി. അകത്തു നിന്നും അവരുടെ ശബ്ദം കാതിൽ തറച്ചതും ചുണ്ടൊന്ന് കൂർപ്പിച്ച് പുറം തിരിഞ്ഞു നടന്നവൾ. ഒരാമ്പൽപ്പൂവ് കോർത്ത് മാല കെട്ടി സായിക്കുട്ടിന് നേരെ കാണിച്ചു സുധി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സുധി ചോദിക്കുമ്പോൾ ചെറുതായി ആടുന്ന ആ മാലയിലേക്ക് നോക്കുന്ന കുഞ്ഞിക്കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. കൊല്ലം, നീ ചിനിയും വേണം. മാല കയ്യിലേക്ക് എടുത്തവൻ അത് കഴുത്തിലിട്ടുകൊണ്ട് സുധിയെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഓടുമ്പോൾ സുധി ചിരിയോടെ അടുത്ത മാലയ്ക്കുള്ള പൂവ് കയ്യിലെടുത്തു. സുധി, ഇന്ന ചായ. ഭാനുമതിയുടെ ശബ്ദം കേട്ടതും
ഒരു കൈകൊണ്ട് ചായ വാങ്ങി അത് ചുണ്ടോടടുപ്പിച്ചവൻ. ശേഷം അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്തിനാ വയ്യാത്ത സരയുവിനെ കൊണ്ട് ചായ ഇടിച്ചത്? അത് കൊള്ളാം, നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഞാൻ പറഞ്ഞത് അവളോട് ഞാൻ ചായ ഇട്ടോളാം, മോള് പോയി കിടന്നോളാൻ. അതെങ്ങനെ അവള് കേൾക്കണ്ടേ? അയാൾക്ക് ജീവന് കൊതിയുണ്ട്, അതാ അയാൾ കയറി ചായ ഇട്ടത്. സുധി ചായ ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് ആമ്പൽപ്പൂവ് കോർത്തു തുടങ്ങി. അയ്യടാ, എൻ്റെ മോൻ ഇത്രയും നാള് ജീവൻ കൈ പിടിച്ചാണോ അമ്മ ഉണ്ടാക്കി തന്നത് കഴിച്ചുകൊണ്ടിരുന്നത്? മുഖം ഒന്ന് കോട്ടിയായ അമ്മ. പിണങ്ങാൻ പറഞ്ഞതല്ല എൻ്റെ ഫാനുവും. എന്നാലും സറിയോ വല്ലപ്പോഴും വരുമ്പിലാണ് കടുപ്പത്തിലൊരു ചായ കിട്ടുന്നത്. അയാൾക്കറിയാം എൻ്റെ ടേസ്റ്റ്. എന്നിട്ടും അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല. ആ, എന്നെ കൊണ്ട് ഈ വയസ്സാം കാലത്ത് ഇത്രയൊക്കെ പറ്റൂ. മോൻ്റെ പെണ്ണ് വന്ന് കഴിയുമ്പോൾ സരയോ ഇടുന്ന പോലെ ചായയും കാപ്പി ഇട്ട് തന്നോളും. ഭാനുമതിയുടെ വാക്കുകൾ കാതിലേക്ക് കയറിയതും വാതിൽക്കിലേക്ക് വന്ന സരയു ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ആ, ചായ പതിവ് പോലെ തന്നെ ഉഗ്രനായിട്ടുണ്ട്. പിറകിലെ കാൽപ്പെരുമാറ്റം കേട്ടതും സുധി തലയൊന്ന് ചരിച്ചു. ആ നിമിഷം നീറുന്ന ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളെ മൂടുമ്പോൾ അതിനർത്ഥമറിയാതെ സുധി വീണ്ടും മാല കെട്ടുന്നതിലേക്ക് തിരിഞ്ഞു. സായിക്കുട്ട, ഇന്ന 2 മാലയുണ്ട്, ഇനി ചോദിക്കരുത്. സുധി കുസൃതിയോടെ അവന് നേരെ നീട്ടി 2 മാലകൾ. അതിശയത്തോടെ കവിളിൽ കൈവച്ച് അവൻ ഓടി വന്ന് ആ 2 മാലയും വാങ്ങി. അമ്മുമ്മേ, മാല കണ്ടോ? മാമൻ ഉണ്ടാക്കിയതാ. ആ കുഞ്ഞിൻ്റെ സന്തോഷം ആ മുറ്റം നിറയെ കുഞ്ഞിക്കാല് കുത്തി കുത്തി ഓടി അവൻ തീർക്കുമ്പോൾ സുധിയുടെ ചുണ്ടിൽ നേർത്ത വാത്സല്യം നിറഞ്ഞു വരുന്നത് കൊതിയോടെ നോക്കി സരയു. മോളെ, ബാക്കി പാല് കുഞ്ഞിന് കൊടുക്ക്. പിന്നെ പത്തായത്തിൽ ഒരു ഡപ്പയിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, അതെടുത്തു കൊടുക്ക്. മുൻപോട്ട് നീങ്ങിയ അവർ കുഞ്ഞിൻ്റെ മുടിയിൽ തലയിടുമ്പോൾ സരയു സംശയത്തോടെ അവരെ നോക്കി. അയ്യോ, എനിക്ക് കഴിക്കാനല്ല മോളെ. ഈ ഷുഗറുള്ള എനിക്ക് ഇത് വല്ലതും പറ്റുമോ? ഇതെൻ്റെ സീമന്തപുത്രൻ. അവന് കവിത വിരിയണമെങ്കിൽ കട്ടൻ ചായ ബിസ്ക്കറ്റ് മുക്കി തിന്നാൻ വാങ്ങി വെച്ചിരിക്കുന്നതാ. അമ്മേ, ഇതെന്തൊക്കെയാ പറയുന്നത്? സുധി ജാള്യതയോടെ സരയുവിനെ നോക്കി. ഈ ബിസ്ക്കറ്റിൽ ഇതിന് മാത്രം ഭാവനയുണ്ടോന്നാ എനിക്ക് സംശയം. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ ചിരിയോടെ പുറകോട്ടൊന്ന് നോക്കി അവർ. ഞാൻ ഇപ്പോൾ വരാമേ, ചിട്ടിയുടെ പൈസ കൊടുക്കണം. അടുത്ത കുറി നമുക്ക് തന്നെ വേണമെന്ന് ഏലിയമ്മയോടൊന്ന് ഓർമ്മിപ്പിക്കണം. ഇനി അങ്ങോട്ട് കാശിന് ആവശ്യങ്ങൾ കൂടിക്കൂടി വരുമല്ലേ. പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് പോയതും നേർത്ത വേദനയോടെ അകത്തേക്ക് കയറി സരയു. സായിക്കുട്ട. സരയു അകത്തേക്ക് കയറുമ്പോഴും അവളുടെ കാതിൽ സുധിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. സായിക്കുട്ട. മുൻപോട്ട് നടന്നവൻ കുറുമ്പ് കാട്ടി ഓടുന്നവൻ്റെ പുറകെ പമ്മി പമ്മി ഓടി അവനെ 2 കൈയിലും പൊക്കിയെടുത്ത് അവൻ്റെ വയറ്റിൽ ഇക്കിളി കൂട്ടുമ്പോൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു ആ കുഞ്ഞി കുരുന്ന്. അവൻ്റെ ചിരി കേൾക്കാനായി വീണ്ടും വീണ്ടും സുധി അവൻ്റെ നെഞ്ചിലും വയറിലും ഇക്കിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. വീണ്ടും ചിരിയടക്കി സുധിയുടെ തോളിലേക്ക് ചായുമ്പോഴും സുധി കെട്ടിക്കൊടുത്ത മാല അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരുന്നു. ചിരി അടക്കി കിതച്ചുകൊണ്ട് തല ഉയർത്തി സുധിയെ നോക്കി സായിക്കുട്ടൻ. ഇനി ഇക്കിളി കൂട്ടണോ? സുധിയുടെ കൈ അവൻ്റെ വയറിലേക്ക് ചെന്നതും അതിൽ പിടിച്ചവൻ. വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഒരു മാല സുധിയുടെ കഴുത്തിലേക്കിട്ടു. കുഞ്ഞി പല്ല് കാണിച്ച് ചിരിക്കുമ്പോൾ സുധിയും അവനോടൊപ്പം ചിരിച്ചു വാതിൽക്കിലേക്ക് നോക്കി. ഒരു ഗ്ലാസ്സിൽ പാലുമായി വരുന്ന സരയു. ആ, അമ്മ വന്നല്ലോ. സായിക്കുട്ടിന് പാലും ഉണ്ട്. സുധി പറഞ്ഞതും വലത്തെ കയ്യിൽ ഒരാമ്പൽപ്പൂമാലയും പിടിച്ച് 2 കൈ ഉയർത്തി അവളെ അടുത്തേക്ക് വിളിച്ച് സായി. അമ്മേ, ബാ, എന്നെയൊക്കെ. അവൻ്റെ ആ കൊഞ്ചലിൽ പാല് ഗ്ലാസ് താഴേക്ക് വെച്ച് ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നവൾ. ആ നിമിഷം അപ്രതീക്ഷിതമായി ആ കുഞ്ഞ് വലത്തെ കയ്യിലിരുന്ന മാല സരയുവിൻ്റെ കഴുത്തിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. നേർത്ത നിശ്വാസം പെണ്ണിൽ നിന്ന് വന്നതും അതിനനുസരിച്ച് ആ കുഞ്ഞ് കൈകൊട്ടി സുധിയുടെ കയ്യിലിരുന്ന് മുകളിലും താഴേക്കും തുള്ളി. മാമനും അമ്മയും കല്ലാനം കച്ചേ. അവൻ ശബ്ദം പുറപ്പെടുവിച്ചതും സുധി ചാള്യതയോടെ അവനെ താഴെ നിർത്തി. ആ മാല ഊരുമ്പോൾ സരയു പരിഭ്രമത്തോടെ അതിൽ മുറുക്കി പിടിച്ചു.
താൻ പേടിക്കട്ടടോ, അവൻ കുഞ്ഞല്ലേ, അവനറിയാതെ പറഞ്ഞതാ. പിന്നെ കഴിഞ്ഞ ദിവസം വാര്യത്തെ കല്യാണത്തിന് ഇവനെ കൊണ്ടുപോയോ? സുധി കയ്യിലിരുന്ന മാല കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വീണ്ടും കൊടുക്കുമ്പോൾ സരയു അതേന്ന് തലയാട്ടി. ആ വെറുതെ അല്ല, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കണ്ടാലേ അത് പെട്ടെന്ന് പഠിക്കും, അതുപോലെ പ്രവർത്തിക്കാനും ശ്രമിക്കും. താൻ താനിനി ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പറഞ്ഞുകൊണ്ട് സരയുവിന് മുഖം കൊടുക്കാതെ സുധി അകത്തേക്ക് പോകുമ്പോൾ ആ രണ്ട് മാലയും സരയുവിൻ്റെ മനസ്സിലെ മോഹത്തിന് വീണ്ടും വെറുതെ വളമിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. വല്യമ്മ എന്തു പറഞ്ഞമ്മേ? കിച്ചൻ്റെ ശബ്ദം കേട്ടതും ഗ്ലാസ്സിലേക്ക് പകർന്ന ചായ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ദേവകി. എന്തു പറയാൻ, മഹാലക്ഷ്മി ഭാഗ്യം കൊണ്ട് കയറി വരട്ടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? മഹാലക്ഷ്മിയോ? അമ്മ എന്താ ലോട്ടറി വല്ലതും എടുത്തോ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമേ. കിച്ചൻ ചായ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഞാൻ തന്നത്. എൻ്റെ മോളെ, അവൾ മഹാലക്ഷ്മിയാ. അവളെ സ്വീകരിക്കാൻ ചേച്ചിക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന്. ഓ പിന്നെ ഒരു മഹാലക്ഷ്മി. കിച്ചൻ കട്ടിളപ്പടിയിൽ ചാരി നിന്ന് കണ്ണുകൾ പുറത്തേക്കൊന്ന് നീട്ടി ചായ ഒന്ന് മുത്തി. അമ്മയുടെ മഹാലക്ഷ്മിയുടെ വാഹനം നമ്മുടെ വടക്കേപ്പാടത്താണ് ഇന്ന് കൊണ്ട് കെട്ടിയത്. നെല്ല് തിന്നാൻ വന്നതുകൊണ്ട് ആ വാഹനത്തിൻ്റെ കെട്ട് ഞാനങ്ങ് അഴിച്ചു വിട്ടിട്ടുണ്ട്. മഹാലക്ഷ്മി വാഹനത്തിന് പിന്നാലെ കുറച്ച് ഓടട്ടെ. കിച്ചൻ പറഞ്ഞു തീരും മുൻപേ അവൻ്റെ തോളിൽ ദേവകയുടെ അടി വീണ് കഴിഞ്ഞു. എന്തു പണിയാടാ സാമദ്രോഹി നീ കാണിച്ചത്? കൃഷ്ണ, പുതിയ പശു അത്. അവൾ അതിനെ വാങ്ങി മെരുക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ആ അമ്മ നെഞ്ചിൽ കൈവച്ചതും കിച്ചൻ ചായ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അവരെ നോക്കി. അമ്മേ, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല, പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞിട്ടാ അവൾ പാടത്ത് പശുവിനെ കൊണ്ട് കെട്ടിയത്. കൃഷ്ണ, എൻ്റെ ലച്ചുമോള്. വീണ്ടും നെഞ്ചിൽ കൈവച്ച് പടിയിറങ്ങാൻ ഒരുങ്ങിയ ദേവകിയുടെ കയ്യിൽ കിച്ചൻ ചാടിപ്പിടിച്ചു. അമ്മയോടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. ചാവിയുമായി ബൈക്കിനടുത്തേക്ക് ഓടുമ്പോൾ കിച്ചൻ്റെ ദേഹം വിറ കൊണ്ടു തുടങ്ങിയിരുന്നു. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. ദേവകി നെഞ്ചിൽ കൈ ചേർക്കുമ്പോൾ കിച്ചൻ്റെ ബൈക്ക് ഗേറ്റ് കടന്ന് മുൻപോട്ട് പോയി കഴിഞ്ഞിരുന്നു. തുടരും.